നമസ്കാരം. കഴിഞ്ഞ 10 വർഷം ഇവിടെ കേരളം ഭരിച്ച് കേരളത്തിലെ സാധാരണക്കാരുടെ ജീവിതം കുട്ടിച്ചോറാക്കിയിട്ടുള്ള മുഖ്യമന്ത്രി പദവിയിൽ ഇരുന്നിട്ടുള്ള ഒരാളെ ഇപ്പോൾ തോറ്റ് തുന്നമ്പാടി ആ കാരണത്താൽ അദ്ദേഹം ഭരിച്ചു, അല്ലെങ്കിൽ അദ്ദേഹം ജനവിരുദ്ധനായിരുന്നു, ഏകാധിപതിയായിരുന്നു എന്നതൊക്കെ പറഞ്ഞിട്ടാണല്ലോ ജനം തോൽപ്പിച്ച് വീട്ടിലിരുത്തിയത്. അതും സ്വന്തം തട്ടകത്തിൽ, സ്വന്തം മണ്ഡലത്തിൽ, പാർട്ടിയുടെ കുത്തക മണ്ഡലങ്ങളിൽ, ബൂത്തുകളിൽ മറ്റൊരു പാർട്ടിക്കാൻ ഇരിക്കാൻ പോലും കഴിയാത്ത ഇടങ്ങളിൽ പോലും, എന്തിന് പിണറായിയുടെ സ്വന്തം വാർഡിൽ പോലും പിണറായി തോറ്റു നിൽക്കായിരുന്നു എന്നാണ് വാർത്തകൾ അറിഞ്ഞത്. അപ്പോൾ അത്തരത്തിൽ തോൽവി പാർട്ടിക്ക് സമ്മാനിച്ച ഒരാളെ തന്നെ പ്രതിപക്ഷ നേതാവായി ഇപ്പോൾ തോറ്റു നിൽക്കുന്ന സന്ദർഭത്തിൽ പ്രതിപക്ഷ നേതാവായി അവർ തെരഞ്ഞെടുക്കപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിന് CPM അണികൾ മാത്രം, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിലെ LDF ഉള്ളവർ മാത്രം അതിൽ വിലപിച്ചാൽ മതിയല്ലോ, അവർ പ്രതികരിച്ചാൽ മതിയല്ലോ. ഈ ബാക്കിയുള്ളവർ എന്തിനാണ് അതിൽ പ്രതികരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. അത് BJP ആയാലും കോൺഗ്രസ്സുകാരായാലും മറ്റുള്ളവരായാലും അവർ CPM തകർന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഇടതുപക്ഷം ഇനി ഇവിടെ വേണ്ടെന്ന് അവർ കരുതുന്നു. അങ്ങനെയുള്ളവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയൻ ഇവിടെ പ്രതിപക്ഷ നേതാവായി വരുന്നതല്ലേ നല്ലത്. ബാക്കിയുള്ള പാർട്ടിക്കാരും കൂടെ മാറിപ്പോയിക്കൊള്ളുമല്ലോ, മറ്റേതെങ്കിലും പാർട്ടിയിലേക്ക് മാറിപ്പോയിക്കൊള്ളുമല്ലോ, കോൺഗ്രസിലേക്കോ ഏതെങ്കിലും BJP പോയിക്കൊള്ളുമല്ലോ, പാർട്ടി അസ്തമിച്ചോളുമല്ലോ. പാർട്ടിക്കാർക്ക് പക്ഷെ അങ്ങനെയല്ല. CPM അണികൾക്ക് പ്രത്യേകിച്ചും അവർക്ക് ഈ പാർട്ടി നിലനിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് തുടങ്ങി വെച്ചപ്പോൾ കണ്ണൂരും പാലക്കാട് വരെ എത്തി നിൽക്കുന്നു എന്നാണ് പറയുന്നത്. പാർട്ടി ജില്ലാ കമ്മിറ്റികളിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരണ്ട, തിരുവനന്തപുരം മുതൽ പാലശാല മുതൽ അറിയാൻ അങ്ങ് കാസർഗോഡ് അങ്ങ് തലവരെ ഹോർഡിങ്സുകൾ നിരത്തി വെച്ചിരുന്നു. എത്ര കോടിയാണ് അതിനുവേണ്ടി ചെലവഴിച്ചത്, വമ്പം ഹോർഡിങ്സുകൾ. എവിടെയൊക്കെ ഹോർഡിങ്സുകൾ വെക്കാൻ കഴിയും, എവിടെയൊക്കെ ഫ്ലക്സ് പരസ്യങ്ങൾ ഉണ്ടായിരുന്നു, അവിടെ മുഴുവൻ എന്റേതല്ല എന്റെ വാക്യം, എന്റേതല്ല എന്റെ മുദ്രാവാക്യം എന്ന നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. മറ്റാരുണ്ട് LDF അല്ലാതെ. എന്നിട്ട് അതൊരു നല്ലൊരു ആശയമായിരുന്നു, നല്ലൊരു വാക്യമായിരുന്നു. പക്ഷെ അതിനെ കളഞ്ഞു കുളിച്ചത് അതിൽ പിണറായിയുടെ തലകൂടി വെച്ചപ്പോഴാണ്. മറ്റാരുണ്ട് എന്ന് ചോദിച്ചപ്പോ ഇനിയിപ്പോ ജയിപ്പിച്ചിട്ടാൽ ഇനി ഇത് തന്നെ സഹിക്കേണ്ടി വരുമല്ലോ എന്ന് കരുതിയിട്ട് ആ വെച്ച തലകൾ CPM-ന്റെ അന്തകരായി മാറി. അതായത് ഹോർഡിങ്സ് ജനങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടായിരുന്നു കഴിഞ്ഞ 10 വർഷത്തെ സാധാരണക്കാരുടെ ജനവിരുദ്ധ ഭരണം. അങ്ങനെയാണ് ഞാൻ പറയുന്നത്. കാരണം ജനവിരുദ്ധം എന്ന് പറയുമ്പോൾ വികസന പ്രവർത്തനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് സംസാരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജനവിരുദ്ധ ഭരണം തന്നെയായിരുന്നു. പിന്നെ വളരെ ധാർഷ്ട്യതയായിരുന്നു, ഒരു ഏകാധിപതിയുടെ ഒരു ഛായയിലായിരുന്നു അദ്ദേഹം സംസാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഇടയ്ക്കിടെ ആൾക്കാരെ ഓർമ്മിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കേരളം മുഴുവൻ നിരത്തി വെച്ചിട്ടുള്ള ഫ്ലക്സ് ഉപകരിച്ചത് എന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് പിണറായിക്ക് പോലും മനസ്സിലായത്. അതവിടെ മനസ്സിലായി. എന്നാൽ അത്തരത്തിൽ വെറുക്കപ്പെട്ടവനായി ഇപ്പൊ നിൽക്കുന്ന, കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കും വേണ്ടാത്ത, സ്വന്തം പാർട്ടികൾക്ക് പോലും വേണ്ടാത്ത, സ്വന്തം പാർട്ടി നേതാക്കൾക്ക് പോലും വേണ്ടാത്ത ഒരാളെ പിടിച്ച് അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവായി ഇനിയിപ്പോ വരുന്ന 5 വർഷം മന്ത്രിസഭയിൽ വേണം എന്ന് വാശി പിടിക്കുമ്പോൾ അത് പാർട്ടിയെ നശിപ്പിക്കാനാണെന്ന് പാർട്ടിക്കാർക്ക് അറിയാവുന്നത് കൊണ്ട് അവർ പ്രതികരിക്കുന്നു. പിണറായി വേണ്ട, മറ്റാരെങ്കിലും വേണം. അതിന് മറ്റുള്ളവർ എന്തിനാണ് സംസാരിക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം CPM ഇല്ലാതായാലവർക്ക് മെച്ചമല്ല. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരരുത് എന്നിവിടെ ആഗ്രഹിക്കുന്നവർ ബഹുഭൂരിപക്ഷവും അവരുടെ പോസ്റ്റുകളും കമന്റുകളും കാണുമ്പോൾ അവർക്ക് പിണറായി വിരുദ്ധരാണ് എന്നാണ് മനസ്സിലാകുന്നത്. പിണറായി വിരുദ്ധരാണെന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായി വരട്ടെ എന്നല്ലേ ചിന്തിക്കേണ്ടത്. Different angles. Don't forget to subscribe and support this channel.